ശ്രീകൃഷ്ണ ഭഗവാൻ ഏറ്റവും ഇഷ്ടമുള്ള ഗാനങ്ങളിൽ അല്ലെങ്കിൽ സ്തുതികളിൽ പ്രധാനമാണ് ഈ അനുയോജ്യമായ വിവാഹം ഉണ്ടാവും, മറ്റുള്ളവരുമായിട്ടുള്ള നല്ല സൗഹൃദം ഉണ്ടാവും, ഏറ്റവും സ്നേഹം മറ്റുള്ളവരിൽ നിന്നും ലഭിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ എല്ലാ ദിവസവും ഹരി ഓം, ഹരേ കൃഷ്ണ. എല്ലാവർക്കും നമസ്കാരം. കലിയുഗത്തിൽ ഭക്തിക്ക് മാർഗം ഭാഗവതം പറയുന്നത് 9 തരത്തിലുള്ള ഭക്തി മാർഗങ്ങളാണ്. അത് ഏറ്റവും പ്രധാനമായിട്ട് ശ്രവണം ആണ്. ശ്രവണം, കീർത്തനം, വിഷ്ണു സ്മരണം, പാദസേവനം, അർച്ചനം, വന്ദനം, ദാസ്യം, സഖ്യം, ആത്മനിവേദനം. ഇങ്ങനെ 9 തരത്തിലുള്ള ഭക്തി മാർഗങ്ങൾ പറയാം. അതിൽ ശ്രവിക്കുക എന്നുള്ളതാണ് പ്രധാനം. ഈശ്വരൻ്റെ കഥകളോ അല്ലെങ്കിൽ ഈശ്വരൻ്റെ കീർത്തനങ്ങളോ അങ്ങനെ ഏതെങ്കിലും എവിടെയെങ്കിലും കേൾക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഗുണാഗുണങ്ങളെക്കുറിച്ചൊന്നും മനസ്സിലാക്കാതെ ഈശ്വരനാമമാണെങ്കിൽ അത് ശ്രവിക്കാൻ വേണ്ടിയിട്ട് തയ്യാറാവുക. എത്ര ദൂരെ നിന്ന് കേട്ടുകഴിഞ്ഞാലും എത്ര അടുത്തുനിന്ന് കേട്ടുകഴിഞ്ഞാലും ആരിൽ നിന്ന് കേട്ടുകഴിഞ്ഞാലും ഭഗവത് നാമമാണോ അത് ശ്രവിക്കുക. അതാണ് ഏറ്റവും ആദ്യമായിട്ട് ചെയ്യേണ്ടത്. ഭക്തിയുടെ 1ാമത്തെ മാർഗമാണ്. പിന്നീട് അത് കീർത്തിക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. അങ്ങനെ കേൾക്കുന്നത് നമുക്ക് വീണ്ടും കീർത്തനത്തിലൂടെ ഭഗവാനെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. പിന്നെ പോകുന്ന വഴിക്ക് സ്മരിക്കാൻ സാധിക്കും. എപ്പോഴും തന്നെ ഈശ്വര ചിന്തയുണ്ടാവും. പിന്നെ പാദസേവനം, ആ ഭഗവാന് വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്യാൻ നമുക്ക് തോന്നും. ഇത് മാനുഷിക വിഷയത്തിൽ വേറൊരു തലമുണ്ട്, അതുപോലെ തന്നെ ഈശ്വര വിഷയത്തിൽ വേറൊരു തലമുണ്ട്. അർച്ചനം, അർച്ചിക്കാൻ പറ്റും, വന്ദിക്കാൻ പറ്റും. ദാസ്യം, ദാസവൃത്തിയായിട്ട് ഭക്തി. അങ്ങനെ ഭക്തിക്ക് വിവിധ തരത്തിലുള്ള മാർഗങ്ങളാണ് പറയണത്. ഇപ്പൊ ക്ഷേത്രത്തിൽ മാത്രം പോകണം നിർബന്ധമില്ല, പൂജകൾ കഴിക്കണം നിർബന്ധമില്ല, യാഗങ്ങൾ കഴിക്കണം നിർബന്ധമില്ല. അങ്ങനെ ഒന്നിനും പ്രത്യേകിച്ച് നിഷ്കർഷയില്ല. എന്നാൽ മനസ്സ് എന്നുള്ളത് ഈശ്വരനുമായിട്ട് എപ്പോഴും ടൈപ്പ് ചെയ്തുകൊണ്ടിരിക്കുക. അതാണ് വേണ്ടതെന്നാണ് ഭാഗവതം പറയുന്നത്. അതിൽ ഏറ്റവും കൂടുതൽ ഭഗവാനോട് അടുത്തിരിക്കുന്നത്. ഇപ്പൊ ഏത് തരത്തിൽ വേണമെങ്കിലും ഈശ്വരനെ പ്രാപിക്കാൻ വേണ്ടിയിട്ടാവാം. കാമാൽ, ക്രോധാൽ, ഭയാത്, സ്നേഹാത്. കാമം കൊണ്ടാകാം, ക്രോധം കൊണ്ടാകാം, ഭയം കൊണ്ടാകാം, സ്നേഹം കൊണ്ടാകാം. ഇങ്ങനെ പല മാർഗത്തിലൂടെ ഈശ്വരനിൽ ലഭിക്കാനുള്ള മാർഗമാണ് ഭാഗവതത്തിൽ ശ്രീകൃഷ്ണ പരമാത്മാവ് എന്നുള്ള ആ ശക്തിയെ വിശേഷിപ്പിച്ചുകൊണ്ട്, ആ മഹാശക്തി സ്വരൂപനായിട്ടുള്ള ഭഗവാനെ വിശേഷിപ്പിച്ചുകൊണ്ടാണ് പറയുന്നത്. കാരണം കൃഷ്ണസ്തു ഭഗവാൻ സ്വയം. ഭഗവാൻ ശ്രീകൃഷ്ണ ഭഗവാൻ പൂർണ്ണാവതാരമായിട്ടുള്ള വിഷ്ണുവിൻ്റെ പൂർണ്ണാവതാരമായിട്ടുള്ള ഭഗവാനാണ്. അതുകൊണ്ട് അവിടെ സംശയിക്കേണ്ടതില്ല. അതുകൊണ്ട് ആ ഭഗവാനെ കേന്ദ്രീകരിച്ചുകൊണ്ട് ശ്രീകൃഷ്ണൻ എന്നുള്ള ആ കേന്ദ്രബിന്ദുവിനെ നിലനിർത്തിക്കൊണ്ടാണ് ഭാഗവതം മുഴുവനും എന്താ പറയുക, ഇങ്ങനെ ഒരു സർക്കിൾ പോലെ നമ്മുടെ മനസ്സിലിങ്ങനെ സഞ്ചരിച്ചുകൊണ്ടേയിരിക്കുന്ന അർത്ഥം. അതിൽ ഏറ്റവും കൂടുതൽ ആ ഭഗവാനെ ഏറ്റവും കൂടുതൽ എപ്പോഴും കൈകളിൽ എപ്പോഴും മനസ്സിൽ കൊണ്ടു നടന്നിരുന്നവരാണ് ഗോപികമാര്. ഏറ്റവും കൂടുതൽ ഭഗവാനുമായിട്ട് ഒരുമിച്ച് കഴിയാൻ വേണ്ടിയിട്ട് യോഗ ഉണ്ടായിരുന്നവരായിരുന്നു ഗോപികമാര്. ആ കൃഷ്ണന്റെ നാമം കേൾക്കുക, കൃഷ്ണന്റെ ശബ്ദം കേൾക്കുക, പൊന്നോടക്കുഴലിന്റെ നാദം കേൾക്കുക, ഇതൊക്കെ കേൾക്കുന്ന സമയത്ത് അവര് തന്നെ മറന്നിട്ടാണ് ഈശ്വര സന്നിധിയിലായിട്ട്, ശ്രീകൃഷ്ണ സന്നിധിയിലായിട്ട് എത്തിച്ചേരുന്നത്. അല്ലേ? കാടിന്റെ ഹൃത്തിൽ കടമ്പിന്റെ ചോട്ടിൽ നീ ഓടക്കുഴൽ വിളിക്കുമ്പോൾ അണിയൽ മുഴുമിക്കാതെ പൊങ്ങിത്തിളച്ചു പാൽ ഒഴുകി മറിയുന്നതോർക്കാതെ കരയുന്ന കുഞ്ഞിനെ പുരികം ചുളിക്കുന്ന കണവനെ കണ്ണിലറിയാതെ വിടുവേല തീർക്കാതെ ഉടുചേല കിഴിവതും മുടി അഴിവതും കണ്ടിടാതെ എല്ലാം മറന്നോതിയെത്തും. ഗോപികമാർ അങ്ങനെയാണ് ഭഗവാന്റെ അടുത്തേക്ക്. ഇത് ആ ഭഗവാന്റെ അടുത്തേക്ക് ചൊല്ലാതെ ഏതോ ഒരു ഗോപിക ആ വൃന്ദാവനത്തില് ഒരു സ്ഥലത്തിരുന്ന് ബാക്കിയുള്ളവരൊക്കെ സ്വാർത്ഥമതികളായിട്ട് ഈ കൃഷ്ണനെ ഇങ്ങനെ സ്വീകരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു രാധാദേവി മാത്രം ആ ഭഗവാന്റെ ആ രൂപം മാത്രം ധ്യാനിച്ചുകൊണ്ട് ഇവിടെയമ്പാടി തന്നൊരു കോണിൽ അരിയ മൺകുടിലിൽ ഞാൻ മേവുമൊരു പാവം എന്നുള്ള ആ സുഗതകുമാരി ടീച്ചറിന്റെ കവിതയിൽ പറഞ്ഞിരിക്കുന്നത് പോലെ അങ്ങനെ ഇരിക്കുന്ന ഒരു ഗോപിയെ അവിടെ കാണിച്ചു തരുന്നുണ്ട്. ഈ ഗോപിയമാരൊക്കെ ഭഗവാന്റെ അടുത്തോട്ട് എല്ലായ്പ്പോഴും എത്തിച്ചേരാൻ വേണ്ടിയിട്ട് മനസ്സിങ്ങനെ തുടിച്ചുകൊണ്ടിരിക്കാണ്ട് കാടിന്റെ ഹൃത്തിൽ കടമ്പിന്റെ ചോട്ടില്
ഭഗവാൻ പോയിരുന്ന് ഓടക്കുഴൽ വിളിക്കുന്ന സമയത്ത് അവരവരുടെ ഗ്രഹങ്ങളിൽ എന്തെല്ലാം ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ പോലും തന്നെ മറന്നുകൊണ്ട് ആ ഈശ്വരനാമം അല്ലെങ്കിൽ ഭഗവാന്റെ പൊന്നോടക്കുഴലിന്റെ മനോഹരമായ മധുരതരമായ നാദം കേൾക്കുന്ന സമയത്തേക്ക് അറിയാതെ കാലടികൾ വയ്ക്കുകയാണ് ആ ഭക്തകളായിട്ടുള്ള, ആ പരമഭക്തകളായിട്ടുള്ള, പ്രേമഭക്തകളായിട്ടുള്ള ആ ഗോപികമാര്. ഈശ്വരനോടുള്ള ഭക്തി എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഭയത്തോടു കൂടി ആയിരിക്കരുത് എന്നാണ്. ഭഗവതി പരമപ്രേമരൂപ ഭക്തി എന്നുള്ള നാരദന്റെ ഭക്തിസൂത്രത്തില് പറയണു. ഭഗവാനോട് പരമമായ പ്രേമം ഉണ്ടെങ്കിൽ അതിനെയാണ് ഭക്തി എന്ന് പറയാം. ആ ഭക്തിയായിരുന്നു ആർക്കുണ്ടായിരുന്നത്? ഗോപികമാർക്ക് ഉണ്ടായിരുന്നത്. അങ്ങനെ ആ ഭഗവാൻ ഇവര് ഗോപികമാരോടൊത്ത് നൃത്തമാടാൻ പറ്റിയ ഒരു ശരത്കാല പൗർണമി നാളില് ആ പൂർണ്ണചന്ദ്രോദയം കഴിഞ്ഞ് പ്രകാശമാനമായിട്ടുള്ള സന്ധ്യയില് ആ യമുനാ തീരത്തിൽ നിന്നും പുറപ്പെട്ട ആ ഭഗവാന്റെ അതിമനോഹരമായ വേണു ഗാനത്തില് ആ ഗോപികമാര് മുഴുവനും ആകർഷകരായിട്ട് തീർന്നു. ആ ഗോപികള് ഭഗവത് സന്നിധിയിലേക്ക് മുമ്പ് പറഞ്ഞതുപോലെ ഊഢിയങ്ങോട്ട് എത്തി. അങ്ങനെ ആ നക്ഷത്രമണ്ഡലത്തിൽ നിൽക്കുന്ന ചന്ദ്രനെ പോലെ അതിമനോഹരനായിട്ട് ശ്രീകൃഷ്ണ ഭഗവാൻ അവിടെ അങ്ങോട്ട് പ്രകാശിച്ചു നിൽക്കുകയാണ്. അപ്പോ ഈ ഗോപികമാർക്ക് ഒരു ചെറിയ അഹങ്കാരം ഉണ്ടായി. എന്താണെന്നറിയോ? ഈ ലക്ഷ്മീപതിയായിട്ടുള്ള ഭഗവാൻ സകല ഐശ്വര്യത്തിന്റെയും മൂർത്തിയാണ് ലക്ഷ്മി ദേവി. സൗന്ദര്യത്തിന്റെ ധാമമാണ് ലക്ഷ്മി ദേവി. ഈ ലോകത്ത് സൗന്ദര്യം എന്ന് പറഞ്ഞാൽ എന്തുണ്ടോ അത് ലക്ഷ്മി ദേവിയെ കഴിഞ്ഞിട്ട് ബാക്കിയുള്ളൂ. ആ പേര് തന്നെ അതുകൊണ്ടാ. ആ ശ്രീ എന്നാണ് അതിന് പേര്. ശ്രീകരം എന്ന് പറഞ്ഞാൽ ലക്ഷ്മി. ആ ലക്ഷ്മി ദേവിയുടെ തന്നെ ധാമനായിരിക്കുന്ന ആ ഭഗവാനെ ഇതാ ചുമ്മാ കിടാത്തിമാരായിട്ടുള്ള ഈ പശുക്കളെയൊക്കെ മേച്ചു നടക്കുന്ന ഞങ്ങൾക്ക് വളരെ എന്താ പറയുക സൗജന്യമായിട്ട് ലഭിച്ചിരിക്കുന്നു, ഞങ്ങൾക്ക് വളരെ സ്വാധീനമായി കഴിഞ്ഞിരിക്കുന്നു എന്നിങ്ങനെ അങ്ങനെ കണക്കാക്കിയിട്ട് ആ ഗോപികമാരുടെ ഹൃദയത്തില് കുറച്ച് അഹങ്കാരങ്ങളുണ്ടായി. ഭഗവാൻ എങ്ങനെയാണ്? ഭഗവാൻ യാതൊരു കാരണവശാലും ഒരുത്തരുടെയും അഹങ്കാരം വെച്ച് പുലർത്തില്ല. അവിടെ കൊടുക്കും, എങ്ങനെയെങ്കിലും കൊടുക്കും. അതിന്റെ കഥകളൊക്കെ ധാരാളം പറയുന്നുണ്ട്. അങ്ങനെ ആ ഭഗവാൻ ഇങ്ങനെ നിറഞ്ഞ് ശോഭിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്ത് തന്നെ പെട്ടെന്ന് ഞങ്ങൾ അന്തർധാനം ചെയ്തു, അവിടെ ഞങ്ങൾ മറഞ്ഞുപോയി. തന്നെ ഗോപികമാരിങ്ങനെ കരയാൻ വേണ്ടിയിട്ട് തുടങ്ങി. കാണുന്നില്ല, എവിടെയാണ് ഞങ്ങളുടെ കൃഷ്ണൻ, എവിടെയാണ് ഭഗവാൻ ഇങ്ങനെ അന്വേഷിക്കാൻ തുടങ്ങണേ. കൃഷ്ണൻ മാതീനി കൃഷ്ണനൊഴിച്ചെനിക്കൊന്നും വേണ്ട, കൃഷ്ണാവേടിയൊല്ലേ കൃഷ്ണാവേടിയൊല്ലേ എന്നിങ്ങനെ വിലപിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി. ഇനി ഞങ്ങളെ ഭഗവാന് വേണ്ടേ എന്ന് പറഞ്ഞ് വിലപിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി. കൃഷ്ണനു വേണമെങ്കിൽ ജീവിക്കാം ഞാനീനി, കൃഷ്ണനു വേണ്ടെങ്കിൽ ചത്തുകൊള്ളാം. ആ ഗോപികമാര് ഹൃദയമുരുകി അവിടെ ഇരുന്നങ്ങോട് പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി. ഇനി കൃഷ്ണനെ കാണാതെ അവര് എണീക്കണില്ല. അതുകൊണ്ട് ആ ഭഗവാന്റെ രൂപം ഇനി കാണാതെ ഞങ്ങൾ ഇവിടുന്ന് തിരിച്ച് ഇല്ലങ്ങളിലേക്ക്, വീടുകളിലേക്ക്, അവരുടെ കുടിലുകളിലേക്ക് തിരിച്ചു പോവില്ല എന്ന് അങ്ങോട്ട് ശപഥം ചെയ്തുകൊണ്ട് അവിടെ ഇരുന്ന് മനസ്സൗഖ്യത്തിന് വേണ്ടിയിട്ട് അവരവിടെ പാരായണം ചെയ്യുക. ഗോപ്യാവൂചു ഏറ്റവും പ്രധാനമായിട്ട് ഭാഗവത്തിലെ ഏറ്റവും പ്രധാനമായിട്ടുള്ള അതിമനോഹരമായിട്ടുള്ള സ്തുതികളില് പ്രധാനമാണ് ഗോപികാ ഗീതം എന്നുള്ളത്. ഇതും ഭക്തജനങ്ങൾക്ക് കൊടുക്കുന്ന ഏറ്റവും വലിയ ഒരു അസറ്റാണ്, ഏറ്റവും വലിയൊരു ഒരു എന്താ പറയാ സമ്മാനമാണ് ഭാഗവതം നമുക്ക് നൽകുന്നത്. ഗോപ്യൗചു അതിമനോഹരമായിട്ട് തന്നെ ജയതി തേധികം ജന്മനാവൃജ ശ്രയത ഇന്ദിരാ ശശ്വതസ്ത്രഹി ദൈതദൃശ്യതാം ദിക്ഷുതാവക സ്ത്വയിധൃതാസവസ്ത്വാം വിചിന്വദേ ശരദുദാശയേ സാധുജാതസൽ സരസിജോദരാ സ്ത്രീമുഷാദൃശാം സുരതനാഥതേ അശുൽക്കദാസിക വരദ നിഘ്നതോ നേഹ കിം വധ വിഷജലാപ്യയാൽ വ്യാളരാക്ഷസാൽ വരിഷമാരുതാൽ വൈദ്യുതാനനാൽ ഋഷമയാൽ ഭജാൽ വിശ്വതോഭയാൽ
ഋഷഭതേ വയം രക്ഷിതാമുഹു. അതിവർഷത്തിൽ നിന്നും കാലവർഷത്തിൽ നിന്നും ഇടിമിന്നലിൽ നിന്നുമൊക്കെ അതുപോലെ വിഷത്തിൽ നിന്നും ദംശനത്തിൽ നിന്നുമൊക്കെ ഞങ്ങളെ രക്ഷിച്ചില്ലേ ഭഗവാനെ എന്നിങ്ങനെ ഓരോ കാര്യങ്ങളും ഓരോ സമയത്തും ശ്രീകൃഷ്ണ ഭഗവാൻ ഇവരെ രക്ഷിച്ച കാര്യങ്ങൾ ആലോചിച്ചുകൊണ്ട് ന ഖലു ഗോപിക നന്ദനോ ഭവാൻ അഖിലദേഹിനാം അന്തരാത്മദൃ വിഘന സാർത്ഥിതോ വിശ്വഗുപ്തയെ സഖ ഉദേയിവാൻ സത്വതാം കുലേ. അങ്ങനെ തുടർച്ചയായിട്ട് അവരിങ്ങനെ ഭജിച്ചുകൊണ്ട് വ്രജവനൗകസം വ്യക്തിരംഗതേ വൃജിനഹന്ത്ര്യലം വിശ്വമംഗളം ത്യജമനാജ്ഞനസ്ത്വസ്പൃഹാത്മനം സ്വജനഹൃദ്രുജാം എന്നിഷൂദനം. ഭഗവാനെ, ഞങ്ങളുടെ അഹങ്കാരമെല്ലാം നശിച്ചിരിക്കണു, ഈ സമയത്തെങ്കിലും ഞങ്ങൾക്കൊരു പ്രത്യക്ഷാനുഭവം ഉണ്ടാകണമേ എന്ന് പറഞ്ഞ് ഞങ്ങൾ പ്രാർത്ഥിച്ചു. അതേ സമയത്ത് തന്നെ എത്തേ സുജാതരണാംബുരുഹം സ്തനേഷു ഭീതാശനൈ പ്രിയദധീമഹി കർക്കശേഷു തേനാടവീമടസിത വ്യദധേന കിംസ്വൽ കൂർപ്പാദിഭിർഭ്രമതിധീർഭവദാ ഭവദായുഷം. ഒരു നിമിഷം പോലും ഭഗവാനെ പിരിഞ്ഞിരിക്കാൻ കഴിയാത്ത ഗോപികുമാരുടെ പ്രേമഭക്തിയെ ഈ ഭഗവാൻ ഈ സ്തോത്രത്തിലൂടെ നമുക്ക് ദർശിക്കാൻ വേണ്ടി സാധിക്കും. ശരിയായിട്ട് ഈ സമയത്ത് ആ ഗോപികമാരുടെ മുമ്പില് ആ ഭഗവത് ദർശനത്തെ മോഹിച്ച് കരഞ്ഞുകൊണ്ടിരിക്കുന്ന ആ ഗോപികമാരുടെ മുമ്പില് കോടി മഹാലാവണ്യ സ്വരൂപനായിട്ട് ആ ശ്രീകൃഷ്ണ ഭഗവാൻ പ്രത്യക്ഷപ്പെട്ട് അവർക്ക് സർവ്വവിധ അനുഗ്രഹങ്ങളും കൊടുത്തു എന്നാണ് ഈ ഗോപിയാഗീതം എന്നുള്ള ഈ സ്തുതിയിൽ ഉള്ളത്. ഈ സ്തുതി ജപിക്കുന്നതിന് പ്രത്യേകത പറയണു. ഒന്ന്, മനസ്സിന് സൗഖ്യം ഉണ്ടാവും. രണ്ടാമത്, അത് വ്യാഖ്യാതാക്കളായിട്ടുള്ള ആചാര്യന്മാർ പറഞ്ഞതാണെന്നറിയില്ല, എങ്ങനെയാണെങ്കിലും അനുയോജ്യമായ വിവാഹം ഉണ്ടാവും, മറ്റുള്ളവരുമായിട്ടുള്ള നല്ല സൗഹൃദം ഉണ്ടാവും, ഏറ്റവും സ്നേഹം മറ്റുള്ളവരിൽ നിന്നും ലഭിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ എല്ലാ ദിവസവും ഈ ഗോപിയാഗീതം പാരായണം ചെയ്യുക. വിശിഷ്യ ഇപ്പം ആധുനിക കാലഘട്ടത്തിലെ അസുഖങ്ങളുമായിട്ടൊക്കെ ബന്ധിപ്പിച്ച് പറയുകയാണെങ്കിൽ ഹാർട്ട് അറ്റാക്ക് പോലുള്ള ഹൃദയസ്തംഭനം പോലുള്ള അസുഖങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഈ ഗോപിയാഗീതം കൊണ്ട് സാധിക്കുമെന്ന് ആചാര്യന്മാർ പലയിടത്തും വ്യാഖ്യാനിച്ചു കേൾക്കണം. എന്താണെങ്കിലും ഭഗവത് നാമത്തിൽ വളരെ പ്രാധാന്യമുള്ള ശ്രീകൃഷ്ണ ഭഗവാൻ ഏറ്റവും ഇഷ്ടമുള്ള ഗാനങ്ങളിൽ അല്ലെങ്കിൽ സ്തുതികളിൽ പ്രധാനമാണ് ഈ ഗോപിയാഗീതം എന്നുള്ള സ്തുതി. ഇത് സംസ്കൃത അനഭിജ്ഞരായവർക്ക് പോലും വളരെ ലളിതമായിട്ട് വായിക്കാൻ പറ്റുന്നതാണ്. അത് എല്ലാ ഭക്തജനങ്ങളും സഹൃദയം സഹർഷം ഭക്തിയോടുകൂടി സഭക്തിം സ്വീകരിച്ചുകൊണ്ട് അവനവൻ്റെ ആത്മസുഖത്തിനും മറ്റുള്ളവരുടെ സുഖത്തിനും വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ആചരിക്കുക. ഗോപിയാഗീതം അതിന് കാരണമായി തീരട്ടെ. ഹരേ കൃഷ്ണ. ഹരി ഓം. രാധേശ്യാം.